ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ വിതിരയിൽ ഒരു ഫ്ലവർ ഷോ നടക്കുകയാണ് കേട്ടോ. വിതിര ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ഫ്ലവർ ഷോ നടക്കുകയാണ്. അങ്ങനെ നമ്മളവിടെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ഇടുന്ന നാത്തൂനൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ അവരെയും വിളിച്ചുകൊണ്ട് നേരെ നമ്മൾ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഒരാൾക്ക് 30 രൂപ ടിക്കറ്റാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ കയറി ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കുറേ വെറൈറ്റി മീനുകളൊക്കെ കാണാം കേട്ടോ. അവർ ഈ അക്വേറിയത്തിൽ മീനുകളും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ അകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും കുറേ പെറ്റ്സിനെ കാണാം കേട്ടോ. പെറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഈ മുയലുകൾ, പിന്നെ ഒരുപാട് വെറൈറ്റി പ്രാവുകളുണ്ടായിരുന്നു, പിന്നെ കോഴികൾ, വെറൈറ്റി കോഴികൾ, അങ്ങനെ ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇതായി എടുത്ത് കാണിക്കുന്നത് ഒരു അണ്ണാൻ കുഞ്ഞിനെയാണ് കേട്ടോ. അത് ചകിരിക്കകത്ത് കിടക്കിയിരുന്നു. അപ്പോൾ അതിനെ ഞാൻ കാണിച്ചു കൊടുത്തു. അങ്ങനെ അത് കണ്ടിട്ട് നമ്മൾ പിന്നെ പോകുമ്പോൾ കുറേ ഈ കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ലവ് അല്ലാത്ത കിളികളും, അങ്ങനെ അതെല്ലാം കണ്ടിട്ട് പിന്നെ ഈ മുള്ളൻപന്നി ഉണ്ടല്ലോ, കുഞ്ഞു മുള്ളൻപന്നി ഉണ്ടായിരുന്നു, പിന്നെ ഇഗ്വാന ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും പിന്നെ അവിടെ കുറേ സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ നമ്മുടെ കുട്ടിയൊന്നും വള, മാല, അങ്ങനത്തെയൊക്കെ ഇതൊക്കെയുള്ള സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ബാഗിൻ്റെ ഒരു സ്റ്റോളുണ്ടായിരുന്നു. പിന്നെ നമ്മളതെല്ലാം കണ്ട് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ ഈ പഴയകാല മുട്ടായികളുണ്ടല്ലോ, നമ്മൾ നെസ്റ്റ് മുട്ടായികൾ, അങ്ങനെ അതെല്ലാം കണ്ട് അത് കാണുമ്പോൾ പിന്നെ എങ്ങനെ വാങ്ങാതിരിക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ച് മുട്ടായിയൊക്കെ വാങ്ങി കേട്ടോ. മുട്ടായിയൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് പോയപ്പോൾ പിന്നെ ഒരുപാട് ഈ കടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അൽവാക്കട അല്ലാത്ത ഇത്, അങ്ങനെ പിന്നെ ഇതെല്ലാം നമ്മുടെ ഹാൻഡ് മെയ്ഡ് കളക്ഷൻസാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ. തിരിച്ചതെല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ച് ഓരോ കടകളും കണ്ട് നമ്മൾ നടന്നു. അപ്പോൾ പിന്നെ പല വെറൈറ്റി മാങ്ങകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാർക്ക് പോലെയൊക്കെ ഇതുണ്ട് കേട്ടോ. ഒരു ആകാശം, അതായത് കറക്കുഞ്ഞാലും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ചെടികളെല്ലാം ഒന്ന് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചെടികളുടെ അവിടെ മാത്രം നല്ല വെള്ളം കെട്ടിക്കിടക്കായിരുന്നു കേട്ടോ, മഴ ആയതുകൊണ്ട്. അപ്പം അതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങിട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്